10 വർഷങ്ങൾക്ക് ശേഷം ഹിറ്റ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പെയാണ് ദുൽഖർ സൽമാന്റെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചാർലി എന്ന സിനിമ പുറത്തിറങ്ങിയത്. അന്ന് കേരളക്കരയിൽ ട്രെൻഡായിരുന്നു ഈ സിനിമ. JBCD, ചാർലി എന്നീ 2 ചിത്രങ്ങളാണ് മാർട്ടിൻ പ്രകാശ് സംവിധാനം ചെയ്ത് ദുൽഖറിന്റെ താരനിരയിൽ നമുക്ക് മുന്നിലെത്തിയത്. ഈ 2 ചിത്രങ്ങളും സൂപ്പർ ഹിറ്റായിരുന്നു. വീണ്ടും മൂന്നാമതും ഈ കൂട്ടുകെട്ട് ഒന്നിക്കുമ്പോൾ വിജയത്തിൽ കുറയാത്തതൊന്നും മലയാള സിനിമാ പ്രേക്ഷകർ ആഗ്രഹിക്കുകയില്ല. മാർട്ടിൻ പ്രകാശിന്റെ സിനിമകളൊക്കെ നമുക്കറിയാം, അത്രമാത്രം വ്യത്യസ്തമായ കഥകളായിരിക്കും അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ ശൈലിയും മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ്. എല്ലാ ജോണറുകളിലും കഥ അവതരിപ്പിക്കാൻ മാർട്ടിൻ പ്രകാശ് ശ്രമിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രമാണ് ചാർലി. ഞാൻ എത്രയോ തവണ കണ്ട ചിത്രം തന്നെയാണ് ചാർലി. നിങ്ങൾക്കും ഈ ഒരു ചിത്രം ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ലൈക്ക് ബട്ടൺ അമർത്താനും. മലയാളത്തിൽ ദുൽഖറിന്റെ അവസാനമിറങ്ങിയ ചിത്രം കിങ് ഓഫ് കൊത്തയായിരുന്നു. ആ ചിത്രം പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം തെന്നിന്ത്യയിൽ സൂപ്പർ ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി 3 വിജയങ്ങൾ അദ്ദേഹം നേടിക്കഴിഞ്ഞു. അവസാനമായി ഇറങ്ങിയ ലക്കി ഭാസ്കർ 100 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തത്. ഇപ്പോൾ OTT റിലീസായപ്പോൾ ഇതുവരെ നമ്പർ 1 സ്ഥാനത്തുള്ള മഹാരാജ എന്ന വിജയ് സേതുപതി ചിത്രത്തെ പിന്തള്ളി ലക്കി ഭാസ്കർ 1ാം സ്ഥാനം കൈവരിച്ചിരിക്കുകയാണ്, അതും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ. നിരവധി ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി തെലുങ്കിലും തമിഴിലും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലക്കി ഭാസ്കറിന്റെ മികച്ച വിജയം കൂടിയാകുമ്പോൾ ഇനിയും ഒരുപാട് സിനിമകൾ അദ്ദേഹത്തെ തേടിയെത്തും. ഇതിനോടൊപ്പം മലയാളത്തിലും സിനിമ ചെയ്യാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്ത വർഷം 3 സിനിമകളാണ് ഇപ്പോൾ ഷെഡ്യൂൾ ആയിട്ടുള്ളത്. അതിൽ RTX സംവിധായകൻ നഹാസ് ഹിദായത്തിന്റെ സിനിമയും പറവ സംവിധായകൻ സൗബിൻ സാഹിറിന്റെ സിനിമയും മാർട്ടിൻ പ്രകാശിന്റെ സിനിമയുമാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത്. അടുത്ത വർഷമായിരിക്കും മാർട്ടിൻ പ്രകാശ് ദുൽഖർ സൽമാൻ ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ്. മലയാളത്തിൽ നിന്നും ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു നടനായി വളരാൻ ദുൽഖറിന് കഴിയും. ഭാവിയിൽ പാൻ ഇന്ത്യൻ സ്റ്റാറായാണ് നമ്മൾ ദുൽഖറിനെ കാണുന്നത്. എന്നാലും അദ്ദേഹം മലയാളത്തിൽ കൂടുതൽ സിനിമകൾ ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.